പാതിരി കുന്നത്തെ രക്ഷകനായുള്ള നാഗങ്ങളെ ദേവനാഗങ്ങളെ പാതിരി കുന്നത്തെ രക്ഷകനായുള്ള നാഗങ്ങളെ ദേവനാഗങ്ങളെ ഞങ്ങളൊരു കിടാൻ നൂറും പാലും തേനും നിങ്ങളേഴും നള്ളി കളമേരിക്കാൻ കളകന്നൂർ സന്തോഷമായെങ്കിൽ വന്നാടി പൂജ കൈക്കൊള്ളുക നാഗങ്ങളെ പൂജയിലടിയനു പിഴവു വന്നാൽ 101 കളം പാട്ടും പൂജയും തരാം പൂജയിലടിയനു പിഴവു വന്നാൽ 101 കളം പാട്ടും പൂജയും തരാം ആട് നാഗേ ആടാട് നാഗേ ആടി നീ വായു എൻ്റെ കളമതിങ്കൽ ആട് നാഗേ ആടാട് നാഗേ ആടി നീ വായു എൻ്റെ കളമതിങ്കൽ ഒമ്പതു തലവാഴും നാഗരാജാവേ ഒമ്പതു തലവാഴും നാഗരാജാവേ കളമതിങ്കൽ വന്നാട് നാഗരാജാവേ മുൻപില് കയ്യും കുത്തി മുടിയൂലക്കേ വട്ടമീട്ടാട് നാഗേ കളമതിങ്കൽ മുമ്പില് കയ്യും കുത്തി മുടിയൂലക്കേ വട്ടമീട്ടാട് നാഗേ കളമതിങ്കൽ ആട് നാഗേ ആടാട് നാഗേ ആടി നീ വായു എൻ്റെ കളമതിങ്കൽ ആടാട് നാഗേ ആടിൻ്റെ നാഗേ ആടാട് നാഗേ ആടൻ്റെ നാഗേ ആടാട് നാഗേ ആടിൻ്റെ നാഗേ ആടാട് നാഗേ ആടൻ്റെ നാഗേ ഇടമുന്നു തിരിഞ്ഞാട് വലമുന്നു തിരിഞ്ഞാട് വട്ടമിട്ടാട് നാഗേ ആടിൻ്റെ നാഗേ വട്ടമിട്ടാട് നാഗേ ആടൻ്റെ നാഗേ ആട് നാഗേ ആടാട് നാഗേ ആടി നീ വായു എൻ്റെ കളമതിങ്കൽ ആട് നാഗേ ആടാട് നാഗേ ആടി നീ വായു എൻ്റെ കളമതിങ്കൽ ഭയങ്കര രസമുണ്ടായിരുന്നു. ഏഞ്ചൽ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഈ ഷോയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. പേര് പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഏഞ്ചലിനെ കാണാൻ വേണ്ടി. എനിക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നി എന്താണെന്നറിയോ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഞങ്ങളുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കുകയാണ്. ശരിക്കും ഞാനിത് കണ്ടിട്ടുള്ള സിനിമയിലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഹിന്ദു കൾച്ചറിന്റെ ഭാഗമായിട്ട്
വന്ന് പാടുന്ന രീതിയിലാണ്. ശരിക്കും ഇത് അങ്ങനെ ഒരു ഹിന്ദു കൾച്ചറിലുള്ള ഒരു സാധനമാണോ? അങ്ങനെ ഉണ്ടോ അത്? നാഗത്തിന് വേണ്ടി തൃപ്തിപ്പെടുത്താൻ അങ്ങനെ എന്തൊരു സംഭവം ഇല്ല ഇതിന്റെ പിന്നില്? ഹിന്ദു കൾച്ചറൽ മാത്രമാണെന്നുള്ളതല്ല, അതിപ്പം അങ്ങനെയൊന്നുമില്ല. വിശ്വാസമുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന കാരണം പേര് കാര്യം എന്നുള്ളതാണ്. പക്ഷെ കൂടുതലും ഹിന്ദു കൾച്ചറിലാണ് ഇത് കണ്ടിരിക്കുന്നത്. എന്റെ അറിവിൽ കേട്ടോ, എന്റെ പരിമിതമായ അറിവിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യൻ ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഈ ഒരു എന്താ പറയാ, പുള്ളുവൻ പാട്ട് എന്ന് പറയുന്ന കല അഭ്യസിച്ച് അവതരിപ്പിക്കുന്നത്. ഇതിന്റെ തുടക്കം ഇതെങ്ങനെയായിരുന്നു? ഇതിന്റെ ഒരു കാരണം, ഞാൻ പണ്ട് തൊട്ടേ നാടൻ പാട്ട് പാടാറുണ്ടായിരുന്നു. അപ്പൊ കൈരളോത്സവം എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പഠിച്ചത്. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ പുള്ളവൻ പാട്ട് പഠിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ കൊണ്ട് ഇതിന് ഞാൻ പരിശീലിച്ചിട്ടൊന്നുമില്ല. ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു മത്സരത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിച്ച? അതെ. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. താങ്ക് യു. ആ ഒരു സ്ലാങ് കേട്ടപ്പോ തന്നെ മനസ്സിലായി തൃശ്ശൂരുകാരിയാണ് ഏഞ്ചൽ മനസ്സിലായി. ബാക്കി ഡീറ്റെയിൽസും കൂടെ അങ്ങ് വരികയാണെങ്കിൽ നമുക്ക് അങ്ങ് എളുപ്പമായിരുന്നു. മ്യൂസിക് ഹാസ് നോ റിലിജിയൻ, നോ കാസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ആർക്ക് വേണോ എന്ത് വേണോ അഭ്യസിക്കാം. ട്രൂ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു, ഇനി PG ചെയ്യാൻ പോവാ. സേഫ്. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു, ഇനി PG ചെയ്യാൻ പോവാണ്. എവിടെയാണ് ഡിഗ്രി പഠിച്ചത്? പൊള്ളാച്ചി. ഓക്കെ. അപ്പം പൊള്ളാച്ചി മുത്തു. സോ ഇത് എവിടുന്നായിരുന്നു? നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? പൊള്ളാച്ചി പോയിട്ടായിരുന്നോ അതോ നാട്ടിൽ നിന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നോ പഠിക്കണം എന്ന്? എങ്ങനെയായിരുന്നു അത്? പൊള്ളാച്ചിയിലുള്ളപ്പോ എനിക്ക് കോളേജിൽ പോകേണ്ട കാരണം പാട്ട് പാടാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് വീടിനടുത്തുള്ള ചേട്ടന്മാരൊക്കെ വിളിച്ചു പാട്ട് പാടാൻ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാട്ട് പാടി തുടങ്ങിയത്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ചെറുപ്പത്തില് ചെറുതായിട്ടൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. ഏഞ്ചൽ എന്നാ പഠിക്കുന്നേ? ഞാൻ BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പഠിച്ചത്. ഓ മൈ ഗോഡ്. അതാണ് ആ വേഷവും പുള്ളുവപ്പാട്ടും ഒന്നുമില്ല, പഠിക്കുന്നതൊക്കെ കംപ്ലീറ്റ് ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങളൊക്കെയാണ്.